Good day everyone, welcome to another episode of Keeping Fish with Marty. നമ്മൾ UK വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പരിപാടിക്ക് പോവുകയാണ്. നമ്മൾ ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നത് സാമി? Buy a fish. ഫിഷിന്റെ പേരെന്താ ഇട്ടേക്കുന്നത്? ജാഫറി. ഇതെല്ലാം നമ്മുടെ നെഫ്യൂസും നീസസും ആണ്. നമുക്ക് ഇവർക്ക് ഇന്നൊരു ഫിഷ് ടാങ്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പ്ലാൻ. സോ യു കെയിലെ ഫിഷ് ഷോപ്പ് എങ്ങനെയാണെന്നും ഇവിടെ കിട്ടുന്ന മീൻ എന്നാന്നും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദാറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ. ഐ വിൽ ടേക്ക് ഇറ്റ് ടു ദ ഷോപ്പ്. Okay, നമ്മൾ യു കെയിലെ ഫസ്റ്റ് അക്വേറിയം ഷോപ്പിൽ എത്തിയേക്കാണ്. ഐ ആം സൂപ്പർ എക്സൈറ്റഡ് സീ വാട്ട്സ് ഇൻസൈഡ്. ഐ നോ യു ഗൈസ് ആർ as well. നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പോണ്ട് കാണാം കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാം അതിൻ്റെ സൈഡിൽ പോയി ഇപ്പോഴും മീനെ കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. ഇറ്റ് ലുക്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. കം ക്ലോസ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക്. എൻ്റെ പൊന്നു മുട്ടൻ കോയി. എൻ്റെ കൈ ഇത്ര ഉണ്ട് കേട്ടോ. ഈ നമ്മൾ പേടിച്ചു പോയി. നല്ല മെറ്റാലിക് ഗോൾഡൻ കളറൊക്കെ. അപ്പോൾ ആ ഷോപ്പിന് ഫ്രണ്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. അവരൊരു വെറ്റ്ലൻഡ് സിസ്റ്റം തന്നെ അതിന് ഫിൽട്രേഷനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്, വിച്ച് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ സാധാരണ എല്ലായിടത്തും മറ്റേ ഫിൽറ്ററുകളും സ്ക്രീനുകളും ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇവർ ചെയ്തേക്കുന്നത് ചെടികളൊക്കെ വെച്ച് ഒരു ബോഗ് പോലൊരു സിസ്റ്റം ഉണ്ടാക്കിയേക്കാണ്. അത് നൈട്രൈറ്റ്സ് എല്ലാം വലിച്ചെടുക്കും. പിന്നെ ഈ വാട്ടർഫാളിൽ കൂടെ എയറേഷനും നടക്കും. അങ്ങനെ വരുമ്പോഴത്തേന് കോഴിക്കുള്ള നല്ലൊരു ഹാബിറ്റാറ്റും കിട്ടും. അപ്പോൾ നമുക്ക് ഷോപ്പിനകത്തോട്ട് പോയിട്ടുള്ള കാണാം. കോഴിയൊക്കെ ഉള്ളെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം there should be something cool in there. Let's go and see. Oh, that's a big shop. ഇച്ചിരി വെട്ടം കുറവുണ്ട്, പക്ഷെ നമുക്ക് അകത്തുനിന്ന് കയറി നോക്കാം. ഇത് നമ്മളൊരു അടിപൊളി സ്റ്റിംഗ്റേ ആയിട്ടോ കണ്ടേക്കണത്. അത് കണ്ടോടാ? That's so big, eh? അതിൻ്റെ ഇത് കണ്ടോ? It's as if it's smiling. ഒരു ഭയങ്കര ബിഗ് സ്റ്റിംഗ്റേ. ഇത് കണ്ടോ? സാമി ഇത്ര ഉള്ള സ്റ്റിംഗ്റേയുടെ അടുത്ത്. So they got a good tank. അത് കഴിഞ്ഞ് ഇത് കണ്ടോ? This fish is from Amazon. Mati. And this is a discus fish. Looks like a disc. ഓ, ഇത് യൂണിക്കോൺ ഫിഷ്. കൊമ്പുണ്ടോ? അതിനൊരു പഫർ ഫിഷ് ഉണ്ട് കേട്ടോ. Yeah, that's a huge puffer fish. And ഇതൊരു വലിയ ഗോൾഡ് ഫിഷ് ടാങ്ക് ഉണ്ടോ നിങ്ങളുടെ ബാക്കിൽ? നമുക്കിനി അങ്ങോട്ട് പോയാ ഇത് കണ്ടോ? ഇറ്റ്സ് എ ആൽഡബ്ര ടോർട്ടോയ്സ്. ഇതുണ്ടോടാ? ഫുഡ് കഴിക്കുന്നുണ്ടോ? ഇതെന്നെ സെറ്റപ്പ് അല്ലേ ഒരു ഫിഷ് ടാങ്കിന്റെ സ്റ്റോറിനകത്ത്. yellow and black striped. ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. പോയിസൺ ഡാർട്ട് ഫ്രോഗിനെ കണ്ടോടാ? I think it's a poison dart frog. Yes, sir. Please on the wall. Sammy, that frog is poisonous, do you know? If you touch it, you'll die. If you eat it, you'll die. Yeah, if you eat it, you'll definitely die. That's why it's so bright.
അപ്പോൾ നമ്മൾ അക്വേറിയം ഷോപ്പിലെയും അതിൻ്റെ പോണ്ട് ഏരിയയിലെയും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന ഹാർഡ്സ്കേപ്പും വുഡ് പീസുകളും ഒക്കെ സെലക്ട് ചെയ്തു. കൂടെ നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ള ഫിഷ് ടാങ്കുകളും എല്ലാം നമ്മൾ ഷോപ്പ് ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് കുറേ സാധനം എല്ലാം നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പയ്യെ വീട്ടിലോട്ട് പോയി കേട്ടോ. അത് വൈകുന്നേരം അവർ ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞത്. നൗ ലെറ്റ്സ് വെയിറ്റ്. നീ വീട് കുറച്ച് വൃത്തിയാക്കിട്ട് ഇതൊക്കെ എടുക്കണേ. ഇതിന്റെ പകുതി ഓക്കെ, നമ്മൾ UK ഫിഷ് ഷോപ്പിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. സോ ഇതിനകത്തെ കോംപ്ലക്സ് തിങ് ദാറ്റ് യു ഷുഡ് നോ വെൻ യു ബിൽഡിംഗ് എ ഫിഷ് ടാങ്ക് ഇൻ UK ഈസ് ഇവിടെ ക്ലൈമറ്റ് കണ്ടമാനം വേരി ചെയ്യും. സോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു തണുപ്പ് രാജ്യത്തൊക്കെയാണ് താമസിക്കുന്നത്, നിങ്ങൾ ആദ്യമായി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം അതിനകത്ത് ആ മീനിന് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ അതിന് സ്ട്രെസ് ഉണ്ടാക്കി അതിന് ഡിസീസസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സെറ്റപ്പ് വേണം. ആൻഡ് വൺ വേ ടു ഗെറ്റ് അറൗണ്ട് ദിസ് ഈസ് ടു ബൈ എ ഫിഷ് വിച്ച് ക്യാൻ ടോളറേറ്റ് ദ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ. ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മീനിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുകയില്ല. എല്ലാം നമ്മൾ ട്രോപ്പിക്കൽ ഫിഷ് നമ്മുടെ ഇപ്പം നാട്ടിൽ കൂടെ ഓടി നടക്കുന്ന പരലിനെയൊക്കെ കൊണ്ട് ഈ ഐസുള്ള കാനഡയിലൊക്കെ അല്ല UK ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകും. ഒബിയസ്ലി നമുക്കത് മനസ്സിലാവുമല്ലോ. എന്നാ ഒരു പവർ സേവിങ് സെൻസിൽ സം ഓഫ് ദിസ് കൺട്രീസിലെ പവർ എക്സ്പെൻസ് ഇസ് സംതിങ് ക്രേസി ഓവർ ദ റൂഫ്. അപ്പം അതിൻ്റെ ആ ഒരു ഹീറ്ററിൻ്റെ വലിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയും അങ്ങനെയുള്ളതായിട്ടൊരു മിനിമൽ പവർ കൺസംഷനിൽ ഓടുന്ന പോലെ ഒരു ടാങ്കാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. ആൻഡ് ഐ വിൽ ഷോ യു ദ ടാങ്ക് വിച്ച് ഐ ബ്രോട്ട്. ഇറ്റ്സ് ജസ്റ്റ് സിറ്റിംഗ് ബിഹൈൻഡ് മീ. ഒരു ഓവാസയുടെ ഒരു ടാങ്കാണ്. ഇപ്പം ഞാൻ ഓസ്ട്രേലിയയിലാകുമ്പോൾ അവിടെ കിട്ടാത്ത പല സാധനങ്ങൾ ഇവിടെ കിട്ടും, ഇൻക്ലൂഡിങ് ദിസ് തിങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്രിസ്റ്റൽ ക്ലിയർ ടാങ്ക്. ഇതിന് സൈഡിൽ കൂടെ കുറേ ഒരു വെള്ള ലൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു ഇതിനൊരു നീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി. പിന്നെ ഇത് ഫ്ലാറ്റ് പാക്കും ആയിരുന്നു. അപ്പം നമ്മളത് ഒരു വിധത്തിൽ ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ, പക്ഷേ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ അവസാനം അത് മേച്ചർ ഷേപ്പൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഐ വിൽ ഷോ യു സം തിങ്സ് വിച്ച് ഐ ബോട്ട് ടു ബിൽഡ് ദിസ് അക്വാസ്കേപ്പ്. ദിസ് ഈസ് എ റിയലി കൂൾ ഇൻട്രസ്റ്റിംഗ് അക്വാസ്കേപ്പ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ഡിസൈൻ സ്റ്റൈലാണ്. ഐ ആം ഷോ യു ഗോണ ലൈക്ക് ദിസ്. സോ if you're enjoying our content, please don't forget to hit that like and subscribe button. I'll tell you that again. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന കുറച്ച് വുഡാണ്. ഇതാണ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച ചതലരിച്ച വുഡുകൾ. ഇതൊക്കെ പക്ഷേ അറ്റ് ദി എൻഡ് റിസൾട്ട് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ 4 pieces ഓഫ് വുഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലാവാ റോക്സ് ഉണ്ട്. ലാവാ റോക്സും അപ്പം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, എന്നാൽ ഒരു ബ്ലാക്ക് കളറും ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഐ വിൽ മാനേജ് ടു വേ ഡൗൺ ദിസ് വുഡ് വിത്ത് ദാറ്റ് റോക്ക്. നമ്മുടെ സാധാരണ കല്ലിൻ്റെ അത്രയും വെയിറ്റ് ഇല്ല, എന്നാലും ഇറ്റ് ഷുഡ് വർക്ക്. അപ്പം പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രി ബേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ബേസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ആവശ്യമുള്ള ഒട്ടുമിക്ക എല്ലാ സാധനവും അയണും ഒക്കെ കുറേ സാധനമുണ്ട് കേട്ടോ ഇതിനകത്ത്. വായിക്കാൻ പോയൊന്നും തീരെയല്ല. പിന്നുള്ളത് കുറച്ച് സ്കേപ്പർ അക്വസോയിൽ. ഇതും ഞാൻ പല യൂറോപ്യൻ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൊരു സാധനമാണ്. മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ സാധനത്തിനൊക്കെ കിട്ടിയതാണ്. അതുപോലെ തന്നെ നമുക്കൊരു സാൻഡും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അക്വാസ്കേപ്പിൻ്റെ ആ ഷോപ്പിൽ കൂടെ നടന്നപ്പോഴത്തേനും നമ്മൾ അവിടുത്തെ ഒരു ടെമ്പററി ടാങ്കിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ഒന്ന് ഡിസൈൻ ഉണ്ടാക്കിയിട്ടാണ് ഇതിനെല്ലാം എടുത്തത്. എല്ലാം റാൻഡംലി ഇവിടെ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്തായിട്ട് മൈറ്റ് നോട്ട് ഫിറ്റ് ഇൻ അവർ ടാങ്ക്. അപ്പം ഞാൻ അവിടെ ഉണ്ടാക്കിയ സാധനം ഇതാണ് ഇവിടെ വരുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. കിട്ടുമായിരിക്കും. അപ്പം നമുക്കിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ബിഗിൻ ദി സ്കേപ്പിംഗ് പ്രോസസ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 2 ജൂനിയർ അസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. അപ്പം നമ്മുടെ സാമിക്ക് വേണ്ടിയാട്ടോ നമ്മൾ ഫിഷ് ടാങ്ക് ബിൽഡ് ചെയ്യുന്നത്. സാമിക്ക് ജെഫ്രി എന്ന് പറയുന്ന ഫിഷ് അല്ലടാ. ഓക്കെ, ജെഫ്രിക്ക് ഒരു ഫിഷ് ടാങ്ക് അല്ലേ നിന്റെ പ്ലാൻ? അവിടെ തൊട്ടത് നമ്മൾ ഇന്ന് അവിടെ പെയിന്റ് അടിച്ചാണ്. നിന്റെ മേത്തൊക്കെ പെയിന്റ് ആണ് കേട്ടോ കൂട്ടാ. നിന്റെ കാലം ഓൾറെഡി പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ആദ്യം വേണ്ടുന്ന അതിനകത്ത് സോയിൽ ബേസ് ഇടണം. അതിങ്ങെടുത്ത് തരാം. ഞാൻ സീസേഴ്സും പോരട്ടെ. കണ്ടോ, സ്വാമി കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ ടീം ഒന്നാണ്. മുറിച്ചോ. ട്രൈ ടു കട്ട് എ കോർണർ ആസ് എ ട്രയാങ്കിൾ. ചിമ്മ ഇച്ചിരി അടുത്തോട്ട് വന്നു. നമ്മളിത് ഫുൾ റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നതും ചെയ്യുന്നതെല്ലാം വീട്ടുകാരാണ് കേട്ടോ. മതിയാ, ബാക്കി ഞാൻ കീറിക്കളയാം. യെസ്, അപ്പം അത് സെറ്റ്. അപ്പം നമുക്ക് ഒരു ഏറ്റവും കൂടുതലുള്ളത് ഇത് ഐസ് സാൻഡാണ് കേട്ടോ. അപ്പോൾ അതൊന്നിട്ട് നമുക്കൊരു ചെറിയൊരു ബേസ് ഉണ്ടാക്കാം. നമുക്കിപ്പോൾ തൽക്കാലത്തേന് അത്ര ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് ന്യൂട്രി ബേസ് ഇടാം. കാര്യം ഇത് ഏറ്റവും ബേസ് ലെയർ ആക്കി ഇട്ടാൽ മതി. നമ്മളിത് ഒരിക്കലും സർഫസിൽ ഇടുന്ന സാധനമില്ല. ഇച്ചിരി പൊടി പോലാന്ന് തോന്നുന്നു. നമ്മൾ വെള്ളം ഒഴിച്ചാലില്ലേല് പറന്ന് നടക്കാൻ സാധ്യതയുണ്ട്. ഓ, ഇത് കൊള്ളാം കേട്ടോ. ഇത് അടുത്ത് കണ്ടാൽ അറിയാം. ഇതുണ്ടോ മണൽ പോലെ ഇരിക്കുന്നത്.
പക്ഷെ അതിനകത്ത് ഡീകമ്പോസ് ആയി എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഈ സൈഡിലും ഇച്ചിരി കനമായിട്ട് വേണം, പിന്നെ ബാക്കി കൂടെ അതവിടെ നിൽക്കട്ടെ. ഒരു ലെയർ സാൻഡും ന്യൂട്രിബേസും ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ലെയർ സാൻഡും ഇട്ട് കൊടുക്കാം. നമ്മൾ സത്യം പറഞ്ഞാൽ ന്യൂട്രിബേറ്റിനെ സാൻഡ്വിച്ച് ചെയ്യുകയാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് പുറകിലോട്ട് ചീകി കൊടുക്കാം. കാര്യം നമുക്ക് ഫ്രണ്ടിലൊന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടാങ്കിനകത്ത് നമ്മൾ ഇഷ്ടം പോലെ മണൽ വാരിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്കൊരു സ്ലോപ്പ് വേണം. അപ്പോൾ വീൽ ജസ്റ്റ് പുഷ് ദിസ് എ ബിറ്റ് ടുവേർഡ്സ് ദി ബാക്ക്. നല്ലൊരു ഹൈറ്റ് കിട്ടിയാലേ നമുക്ക് ആ ഒരു 3D എഫക്റ്റ് കിട്ടുള്ളൂ. 3D എഫക്റ്റ് അല്ല, ടാങ്കിന്റെ ഡെപ്ത് തോന്നുന്ന പോലെ. ഇല്ല, അതിൻ്റെ ആ ഒരു ടോപ്പ് സ്പേസ് വേസ്റ്റ് ആയി പോകും. അപ്പം വി ആർ ട്രൈയിങ് ടു പ്രിവെന്റ് ദാറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ബേസിക് ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അക്വസോയിൽ ഇടാൻ പറ്റുള്ളൂ. കാര്യം എവിടെ ആ പ്ലാന്റ് വരുന്നതെന്ന് പറയാൻ പറ്റിയല്ല. ഇത് ലേബലൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ക്ഷമിക്കണം. As always, the bigger piece of wood goes in first. Let's try with the second biggest piece. ഇതൊന്നും ഇപ്പോൾ ഇരിക്കുകയല്ല, പക്ഷെ നമുക്ക് സെറ്റ് ആക്കാം. Then നമ്മുടെ തേർഡ് പീസ്. This goes in at the last. അപ്പോൾ ഏകദേശം ഇതായിരിക്കും നമ്മുടെ ലേ ഔട്ട്. ഇനി ഇതിനെ സ്റ്റോൺ വെച്ചാണ് എനിക്ക് കറക്റ്റ് വേണ്ടുന്ന ആംഗിളിൽ പൊസിഷൻ ചെയ്യേണ്ടത്. വൺ തിങ് ടു കീപ്പ് ഇൻ മൈൻഡ്, ഏറ്റവും ഫ്രണ്ടിൽ വലിയ തടികളും ഏറ്റവും പുറകിൽ ചെറിയ തടിയും ആണെങ്കിലും അതിനെ ഒന്ന് കറക്റ്റ് ഒന്ന് പൊസിഷൻ ചെയ്ത് പോയാൽ നമുക്ക് കുറച്ചുകൂടെ ഡെപ്ത് കിട്ടും. ടാങ്കിന് നമ്മൾ ഉള്ളതിനേക്കാളും കൂടുതൽ അങ്ങോട്ട് കുറച്ചുകൂടെ ആഴമുള്ള പോലെ നമുക്ക് തോന്നും. ഒരു വാനിഷിംഗ് പോയിന്റ് ഒക്കെ സെറ്റ് ആക്കാനാണ് നമ്മുടെ പ്ലാൻ. സോ നമുക്ക് ഇതിനകത്ത് കുറച്ച് കല്ലൂടെ ഇറക്കി വെച്ച് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് പ്ലാന്റിങ്ങിന് ആവശ്യമായ ഏരിയയിൽ നമുക്ക് അക്വസോയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒത്തിരി അക്വസോയിൽ ഇതിനകത്ത് വേണ്ടി വരികയല്ല, നമുക്ക് ഒത്തിരി റൂട്ടഡ് പ്ലാന്റ്സ് ഇല്ല. I'll show you how to do it properly. പക്ഷെ എനിക്ക് അക്വാസോയിൽ ഇടയില്ല. എവിടെ ഇനി മേളൊന്നും ഇല്ല, ആകാശത്തെത്തി ഓൾറെഡി. ഓക്കെ, നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 എത്ര ദിവസമായിട്ട് പിള്ളേരെ? How many days has it been since we set it up? 1 week. No, it's been 5 days. Okay, it's been 5 days. അപ്പോൾ 5 ദിവസമായി നമ്മൾ ഹാർഡ് സ്കേപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്ലാന്റ് ചെയ്തില്ല നമ്മൾ. നമുക്ക് അതിന് കുറച്ച് സാധനങ്ങളോടൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കിട്ടാൻ വേണ്ടി ഇച്ചിരി സമയം വന്നു. പിന്നെ ഞാൻ UK ട്രിപ്പ് വന്നാണല്ലോ, അപ്പോൾ എല്ലായിടത്തും ഒന്ന് കറങ്ങിയൊക്കെ ഇപ്പോഴാണ് തിരിച്ചെത്തിയത് ഇവിടേക്ക്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ what are we going to do today? Put the plants in. അപ്പോൾ നമ്മൾ കുറെ പ്ലാന്റ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേരള ഫിഷ് ഷോപ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ വൈഡ് സെലക്ഷൻ ഓഫ് പ്ലാന്റ്സ് അല്ലടാ. അവിടെ ഇരിക്കുന്ന പ്ലാന്റ് വല്ല എന്നാ നിങ്ങൾക്ക് അറിയാവോ? ഓക്കെ, ഐ വിൽ ഷോ യു. അതിനകത്ത് ഞാൻ കുറച്ച് കാലമായി പണ്ട് ടി വിയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാനിങ്ങ് മേടിച്ചിട്ടുണ്ട്. നമുക്കിനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇഫ് യു കം ബിറ്റ് ക്ലോസ്, ഈ ടാങ്കിനകത്ത് ഈ പീസുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റോണും വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചാൽ എന്നാ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ബും എന്ന് പറഞ്ഞ് പൊങ്ങി പോകും. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ഇതിനെല്ലാം കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ലിക്വിഡ് സൂപ്പർ ഗ്ലൂ മേടിച്ചിട്ടുണ്ട്. ആസ് ഓൾവേസ് ഇത് UK കിട്ടാൻ വലിയ പാടായിരുന്നു കേട്ടോ. ഇത് അക്വേറിയം ഷോപ്പിലൊന്നും കിട്ടുന്നില്ലായിരുന്നു. അവസാനം ഞാൻ പോയി ഒരു സൂപ്പർ മാർക്കറ്റ് തപ്പിയപ്പോൾ എനിക്ക് സാധനം കിട്ടി. അതും നമ്മുടെ ടോയ്ലറ്റ് പേപ്പർ ടിഷ്യൂം കൂടെ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ വി ഡൂയിങ്? You want to stick the glue onto the paper. Yeah. Why do I want to stick the glue on the paper? Because what is going to happen is you wedge the piece of paper in between the rock and the wood like that, and you put in the super glue. It's going to turn into something like a rock. അപ്പോൾ നമ്മൾ അത് ആങ്കർ ആയിട്ടിരിക്കും. ഇതിന്റെ എഫിഷ്യൻസി എനിക്ക് അറിഞ്ഞൂടാ. ഓസ്ട്രേലിയ ഉപയോഗിക്കുന്ന സാധനമാണ് അവിടെ ഒട്ടിയിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് പൊങ്ങി വരികയാൽ നമുക്ക് പ്രതീക്ഷിക്കാം.
നമ്മൾ ആങ്കർ ചെയ്ത പോയിന്റ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ലാവ റോക്ക് ആയതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ഉണ്ടായ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ നല്ല ശക്തമായ ആങ്കർ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ സൂപ്പർ ഗ്ലൂവും ടിഷ്യൂ പേപ്പറും കൂടെ കൂട്ടി, അതുപോലെ തന്നെ റോക്സിന്റെ ഇടയ്ക്കും നിങ്ങൾ നോക്കി കാണാം അവിടെ ഇവിടെ എല്ലാം ഞാൻ ആങ്കർ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കുകയില്ലെങ്കിലും ഇതിന്റെ ഇടയ്ക്കെല്ലാം നല്ലപോലെ ഉണ്ട്. ലോ ഡെൻസിറ്റി റോക്കും ഈ ഫ്ലോട്ടിംഗ് വുഡും കൂടെ വരുമ്പോഴത്തേന് ഇല്ലേ പൊങ്ങി പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. നമ്മൾ മേളിൽ നിന്ന് ഇപ്പം ഇങ്ങനെ നോക്കുമെങ്കിലും വാട്ട് ഐം ഗോണ ഡു, ഇവിടെ എല്ലാം പ്ലാൻസ് വെച്ച് കഴിയുമ്പോൾ ദാറ്റ്സ് ഗോണ കവർ ദ ഹോൾ തിങ്. അപ്പോൾ നമ്മൾ ടാങ്കിനകത്ത് ഫുൾ ആങ്കർ ചെയ്തേക്കാണ്. നമ്മുടെ ഡ്രിഫ്റ്റ് വുഡിന് ഇതിനൊരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. വാട്ട് വി ആക്ച്വലി ഡു, ഇത് വന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കി നോക്കുക. ഇതനങ്ങുന്നില്ല, ഇതനങ്ങുന്നില്ല, ഇതനങ്ങുന്നില്ല. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഇറ്റ് വോണ്ട് ഫ്ലോട്ട് അപ്പ്. ഇതൊരു ബോട്ട് പോലെ എല്ലാം കൂടെ പൊങ്ങിപ്പോകെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾറെഡി നമുക്കൊരു ബോട്ടിൻ്റെ ഷേപ്പ് ഉണ്ട് കേട്ടോ. പൊങ്ങുന്ന നല്ല കോമഡി ആയിരിക്കും. നമ്മുടെ ഹാർഡ്സ്കേപ്പിൻ്റെ ഡിസൈനകത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വാനിഷിംഗ് പോയിന്റ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടുത്തെ വഴി ഇങ്ങനെ പാത്ത് പോകുന്നു. ദാറ്റ് ഇവൻച്വലി ലീഡ്സ് ടു ദ വാനിഷിംഗ് പോയിന്റ്. പിന്നെ സൈസ് ഗ്രേഡിങ്ങും അതുപോലെ ചെയ്തേക്കുന്നത്. ഇത് ഏറ്റവും ബിഗസ്റ്റ്, നെക്സ്റ്റ് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റോക്കിനൊന്നും അതിന് മാത്രം വലിയ സൈസില്ല. സോ ഓട്ടോ ഡൺ ഇസ് കുറച്ചുകൂടി ഒരു സ്മോളർ റോക്കിന് അതിൻ്റെ അടുത്ത് വെച്ചു. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് ഇത് വരുമ്പോഴത്തേനും അതിന് കുറച്ചുകൂടെ സൈസ് തോന്നും. പിന്നെ മൊത്തം ടാങ്കിന് നല്ല ഡെപ്തും തോന്നും. ഇറ്റ്സ് ആക്ച്വലി നോട്ട് ദാറ്റ് വൈഡ്. സൈഡിൽ നോക്കുമ്പോൾ കണ്ടോ ഇത്ര ഉള്ളത്, പക്ഷേ ഇത് ഫ്രണ്ടിൽ നോക്കുമ്പം അതിന് നല്ല ഡെപ്ത് തോന്നും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പ്ലാന്റിങ്ങിലേക്ക് കിടക്കാം. പ്ലാന്റിങ്ങിലുള്ള സാധനങ്ങൾ ഞാൻ പ്രപ്പ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ കാണിക്കാം. അന്നക്കുട്ട, സാമി, ജോജോ, I'm gonna tell you what these plants are, okay? So we got plants from all around the world. ഇതിനകത്തെ this is Anubias. Anubias is actually from Africa. ഇവന്മാർക്ക് മണൽ വേണ്ട, നമ്മളൊരു തടിയിൽ ഒട്ടിച്ചു വെച്ചാൽ അത് അവിടെ കിടന്ന് വളർന്നോളും. ഇത് ന്യൂട്രിയൻസ് എല്ലാം അപ്പോൾ വെള്ളത്തിനകത്തുനിന്നാണ് വലിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ബൂസഫിലാൻഡ്ര എന്ന് പറയുന്നത്. ബൂസ് എന്നായിട്ട് ഇതിനെ വിളിക്കുന്നത്. ദിസ് ഈസ് എ ബൂസ് ആൻഡ് ദാറ്റ്സ് എൻ അനൂബിയസ്. പിന്നെ 2 പുല്ല് പോലത്തെ ചെടി, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ നമുക്കൊരു കുഞ്ഞ് ലോട്ടസ് ഉണ്ട്. ദിസ് ഷുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ് വെൻ ഇറ്റ് ഗ്രോസ് അപ്പ്. ആ ലോട്ടസ് നല്ല ഭംഗിയായി വളർന്നു വന്നു കഴിഞ്ഞ് കാണാൻ. പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇച്ചിരി ഹൈറ്റുള്ള ചെടിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പച്ച ഒട്ടിച്ച് വെച്ചിട്ടൊക്കെ മറക്കാൻ വേണ്ടിയുള്ള ചെടികളാണ് മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം പയ്യെടുത്ത് അതിനകത്തോട്ട് വെച്ചേക്കാം. ക്ലിയർ ആയിട്ടോ നമ്മൾ ക്യാമറ ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളപ്പോൾ നമ്മുടെ എപ്പിഫൈറ്റിക് പ്ലാന്റ്സ്, അത് അനൂബിയാസും ബൂസിഫിലാൻഡ്രയും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ആ സൈഡും ഈ സൈഡും ബാലൻസ് വരുന്ന പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതൊന്നും നമ്മൾ ഒട്ടിച്ചിട്ടില്ല, നമ്മൾ ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ ഗ്ലൂവിൻ്റെ ഒരു ജെല്ല് വെച്ച് സ്റ്റിക്ക് ഇറ്റ് ഇൻ. അത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ആദ്യമേ ഒന്ന് വെച്ച് നോക്കിയില്ല, നമുക്ക് ആ ഒരു ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് അങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. പിന്നെ ഇതൊന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചെടിയെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതാണ് അതിൻ്റെ മെയിൻ വ്യൂയിങ് ആംഗിള്. ഇവിടെ ഒരു അനൂബിയസ്, ഇത് 3 അനൂബിയസ് ആണ്. പിന്നെ ഇത് 3 ബൂസഫിലാൻഡ്ര. പിന്നെ നമ്മുടെ അനൂബിയസ് എന്ന് ഒടിഞ്ഞു പോയ 2 കഷ്ണമാണ് ഞാൻ ആ ബാക്കിൽ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ എംപ്റ്റി സ്പേസുകളുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പുല്ല് പോലിരിക്കുന്ന ചെടിയും കുറേ ക്രിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഇതുങ്ങളെ ഒന്ന് റൈറ്റായിട്ടൊന്ന് പൊസിഷൻ ചെയ്യാം. എന്നിട്ട് ഏറ്റവും ആ ഒരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ കിട്ടുന്ന പോലെ നമുക്ക് ഈ ലോട്ടസിനെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ ഇലയൊക്കെ പോവുമായിരിക്കും, ബട്ട് ഇൽ ഡെഫിനറ്റ്ലി കം ബാക്ക്. ഈ ഹെൽഫറി വെക്കേണ്ട എവിടെയാണെന്ന് എനിക്കൊരു പ്ലാൻ ആയിട്ടില്ല കേട്ടോ. ഒബിയസ്ലി നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേന് വിൽ ഗെറ്റ് എ പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ബാക്കി സാധനം നമുക്കിടാം. ഓക്കെ, ഇനി നമ്മുടെ പുല്ലിനെ സെറ്റ് ചെയ്യാം. ഏറ്റവും ബാക്കിൽ നമുക്ക് വെക്കാം. നമ്മുടെ ആ വാലിയുടെ 2 സൈഡിൽ വരുന്ന പോലെ. ഓക്കെ, അവിടെ ഒരു സ്പോട്ടുണ്ട്. പിന്നെ കൈ കൊണ്ട് തന്നെ വെക്കേണ്ടി വരും. ഫ്യൂ മോർ ക്രിപ്സ് ഹിയർ ആൻഡ് ദേർ. അപ്പം നമ്മളുടെ പ്ലാന്റിങ് കഴിഞ്ഞിരിക്കുകയാണ് everyone. So this is probably the last bit of plant that's gonna go in. Just gonna squish this in there. ഇനി നമുക്ക് പയ്യെ വെള്ളം നിറക്കാനുള്ള പരിപാടിയായി. അപ്പം ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എവറി ടൈം ഞാൻ ബക്കറ്റിനകത്താണ് കൊണ്ടൊഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു പ്ലസ് പോയിന്റിലെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ we have an hose. നമ്മളെ പ്ലാസ്റ്റിക് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് വെള്ളം അങ്ങ് സ്പ്രെഡ് ആകുന്നില്ല. അപ്പോൾ നമ്മളിനി പയ്യെ ടാങ്ക് നിറഞ്ഞ് വരും.
അപ്പം നമ്മൾ വെള്ളമെല്ലാം നിറച്ച് പണി തീർന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ വ്യൂയിങ് ആംഗിൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഡിസൈനാണിത്. നടുക്കൂടെ പാത്തൊക്കെയുള്ള ആ ഒരു വാനിഷിങ് പോയിന്റ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയാസയുടെ നല്ലൊരു ഫിൽറ്റർ ആയിരിക്കും. ഒന്ന് ഓൺ ചെയ്ത് വിടാം. പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. പുള്ളി ഒന്നെല്ലാം സിറപ്പാക്കിയിട്ടാണേലും ഇവൻച്വലി സെറ്റിൽ ഡൗൺ. അതിനകത്ത് നമ്മൾ ഈ ഡെബ്രി പറക്കുന്ന കാണുമ്പോൾ അറിയാം ഇതിനകത്ത് ഫുള്ള് വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ് ഫോർ ദ പ്ലാന്റ്സ്. Now we only have to push the fish. And then the fish takes it on. Yes, that is correct. Do you like the fish tank? How about you, Clay? I think it's really pretty. Is it? Anna Clay, what were you calling this tank before? Desolation. Now change how desolation has changed. It would actually look like a cave wall sort of thing. So the fish can go like. Oh, I think fish are gonna hide in that tiny hole. All the scared catfishes. Do you want to put a small catfish in there? Yeah, sure. That's going to hide in that hole. Nice. Look up. Yeah, that's one of the best views in a fish tank. You just go down and look up. Doesn't look at nice when you look into a phone. നമ്മുടെ ടാങ്കിന്റെ പണി തീർന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉള്ളൂ. നമുക്ക് മീനെ ഇടുക. നമ്മൾ മേടിച്ച് വെച്ച മീനുണ്ട്. 1, 2, 3, 4, 5, 6 പാക്കറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എല്ലാം നമ്മൾ എവിടെ പോയ സാമി മേടിച്ചത്? സൗത്ത് ഹാംപ്ടൺ. ഓക്കെ, എല്ലാം ഇംഗ്ലണ്ടിന്റെ സൗത്തിലുള്ള ഒരു സിറ്റിയാണ്, പോർട്ട് സിറ്റിയാണ്. നീ ഇംഗ്ലണ്ടിലാടാ. അപ്പം ഇന്ന് നമുക്ക് ഇവന്മാരെല്ലാം ഇടാം. ഞാൻ ഇതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം. ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കുറച്ച് നേരം അക്ലമറ്റൈസ് ചെയ്യണം. കാര്യം വാട്ടർ ടെമ്പറേച്ചറും ഇതും മാച്ച് ആയിട്ടില്ല. ഇതിനെ ഇട്ടില്ലെങ്കിൽ ഫിഷ് വിൽ ഗെറ്റ് സ്ട്രെസ്ഡ്. ഡു യു വാണ്ട് ജെഫ്രി ആൻഡ് ഫ്രണ്ട്സ് ടു ഗെറ്റ് സ്ട്രെസ്ഡ്? നമ്മൾ ഇതിനെ പയ്യെ വെള്ളത്തിലോട്ടങ്ങ് ഇറക്കിയിടാം. അപ്പോൾ നമ്മൾ ആദ്യം ഇടാൻ പോകുന്ന സാധനം ഒരു ബ്രിസിൽനോസ് പ്ലക്കോ ആണ്. ഇതിനെ കടക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് തന്ന കേട്ടോ. കിട്ടുന്നുണ്ടോ ക്യാമറയിൽ തന്നെ കൂട്ടാ? ഇതിനെ നമുക്ക് ഇട്ടേക്കാം. പിന്നെ കുറച്ച് കളർഫുൾ മീനെ കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നില്ല നല്ലപോലെ. ഈ ചെറിയ ബാബുകളാ. പിന്നുള്ളത് കുറച്ച് സീബ്ര ഡാനിയോസ് ആണ്. പിന്നെ നമ്മുടെ നാട്ടിലെ കല്ലേമുട്ടിയുടെ ഒരു വകഭേദമാണിത്. പാണ്ടകാറ എന്ന് പറയും. ഇതിന് ബ്ലാക്ക് വൈറ്റ് സ്ട്രൈപ്സ് വരും. പക്ഷെ കല്ലേമുട്ടിയായിട്ട് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അത്രയും വലുതാകത്തൊന്നുമില്ല. പിന്നെ കുറച്ച് കളർഫുൾ പ്ലാറ്റീനെ മോളിനെ മേടിച്ചിട്ടുണ്ട്. സോ ഗുഡ്. ഓക്കേ, പിന്നെ നമ്മുടെ ഉള്ള കുറച്ച് ഷ്രിമ്പാണ്. തലയും കുത്തി നീന്തുന്നുണ്ട്. ഷ്രിമ്പിനെ സെറ്റ് ചെയ്ത് വിടാം. 1, 2, 3, 4, 5, 6, 7. Okay, അപ്പോൾ സെറ്റാണ്. We'll wait for 10 minutes and we'll release the fish. Okay? Yeah. What do you want to call it? Have those fishes. So I'm going to call it Jeffrey. Oh, those are all going to be Jeffrey. Okay. I'm going to call We it. have the red lotus, John Pikachu. We have Phoebus. Ashudam. So who goes in first? Oh, Jeffrey can go first. Who is Jeffrey? That Neither one. Jeffrey. Jeffrey's junior. Yeah, Jeffrey. Yeah. അപ്പോൾ ജെഫ്രീനെ വിട്ടാക്കട്ടെ? Yeah. Okay, here it goes. Yeah, the kid flash it up. We got it now, these two. Okay. അപ്പോൾ പാണ്ടകാര, come closer here. Come on, go on. Okay, now the sucker fish. ഇതിന് പേരെന്നാ? And this one is Phoebus. Phoebus. There we
There's flood. ഇനി ആരും ഇവരെ വിടട്ടെ? Yeah, sure. My Pikachu. dad and Jessie J for me now. Where's Pikachu? There's Pikachu. Pikachu is coming. I step up. Out you go. Look at the color. Hey, what's the fish that disappeared? Yeah. There. നമ്മുടെ മീനെല്ലാം ഓടി നടക്കുകയാണ്. നമ്മുടെ പാണ്ടകാര. പാണ്ടകാര ഇങ്ങനെ ചെകഞ്ഞ് നടപ്പുണ്ട്. ശരിക്കും കല്ലേ മുട്ടിയെ പോലിരിക്കുന്നു. ഓ അതായത് 2 പാണ്ടകാര സുനിയമായി. I know. The last one is shrimp. സ്റ്റീംബ്രട്ടാനിയോസ് എല്ലാം മേളിക്കൂടെ ഓടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന വൺ ഓഫ് ദി മോസ്റ്റ് അടിപൊളി ടാങ്ക് എന്നാണ് എനിക്ക് സ്വയമേ തോന്നുന്നത്. I will see you with more interesting tanks which I did in the UK. Till then, goodbye. I will see you in the next video next week.